നിസർഗപ്രയാണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ പ്രയാണം കന്യാകുമാരി ജില്ലയിലെ മേൽപ്പുറത്തിനടുത്ത് ചെമ്മങ്കാല എന്ന സ്ഥലത്തെ ആദിശേഷ ഗോശാലയിലേക്കാണ്. സാധാരണ ഗോശാലയിൽ നിന്നും വ്യത്യസ്തമായി ഭാരതത്തിലെ തന്നെ തനത് ജനസിൽപ്പെട്ട വിവിധ ഇനം പശുക്കളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഭാരതത്തിലെ തദ്ദേശീയമായ 5 ഇനങ്ങൾ പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്നും വിവിധ തരം ബൈ പ്രോഡക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 120ഓളം എടുക്കാൻ കഴിയും. അതിൽ കുറെ പ്രോഡക്ട്സ് ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഈ നാടൻ പശു എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഒത്തിരി ഗുണഗണങ്ങൾ ഉള്ളതാണ്. ഈ പശുവിന് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യം വന്നിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഇയർക്കൈ വ്യവസായം നമ്മൾ വന്ന് ഫാമിംഗ് വന്നിട്ട് നേച്ചുറലായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു വിധം അറിഞ്ഞു. ആ നേച്ചുറൽ ഫാമിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ദേശീയ പശുക്കളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഇൻഡിജിയസ് കൗസ് എന്ന് പറയുന്നതിന് ആ പശുവിൽ നിന്ന് വരുന്ന ചാണകം, ഗോമൂത്രം കൊണ്ട് ചെയ്യുന്ന ജീവാമൃതം വച്ചാണ് ഈ നേച്ചുറൽ ഫാമിംഗ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വേറെ ട്രെയിനിങ്ങിന് പോയപ്പം ഈ പഞ്ചഗവ്യ പ്രോഡക്ട്സിൽ 120 മുകളിൽ പ്രോഡക്ട്സ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത്. നമ്മൾ ഒരു 20 മുകളിൽ പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഡക്ട്സിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം വന്നിട്ട് ഈ നേച്ചുറൽ ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൽ ജീവാമൃതം, ഘനജീവാമൃതം, ബീജാമൃതം, പെസ്റ്റിസൈഡ്സ് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നേച്ചുറലായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുപോകെ പഞ്ചഗവ്യ പ്രോഡക്ട്സ് ആയിട്ടുള്ള വിളക്ക്, ധൂപം, വിഭൂതി ഇതുപോലത്തെ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാല് വന്നിട്ട് നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ്. ഈ പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യ് വന്നിട്ട് ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ഇതിൽ നിന്ന് എടുക്കുന്ന പനീർ, തൈര്, വെണ്ണ, മോര് ഇതെല്ലാം വന്നിട്ട് നമുക്ക് ഡൈജഷൻ പ്രോബ്ലം വരാതിരിക്കും. ഈ നമുക്കൊരു അസുഖം വരുന്നതൊന്ന് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന വിഷത്തിന് ഒത്തിരി ജാസ്തി വരുന്നതുകൊണ്ടാണ്. ഇതിനെ കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ഈ പശുവിൻ്റെ പാലിൽ വരുന്ന എല്ലാ പദാർത്ഥങ്ങളും യൂസ് ആവുന്നുണ്ട്. ഇങ്ങനെ അത്ര ഔഷധ ഗുണങ്ങളുള്ള ഈ പശു നമുക്ക് വന്നിട്ട് ഒരു മഹാലക്ഷ്മി എന്നാണ് നമ്മുടെ പുരാണത്തിൽ പറയുന്നത്. അത്രയും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പൊ സയന്റിഫിക് ആയിട്ട് ഒരു വിഷയം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു പശുവിൽ നമ്മൾ ഒരു 16 വർഷം ചുറ്റി വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്ന ആൾക്കും അത്രയ്ക്കും ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. അവരെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് വന്നിട്ട് 100% പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന മാതിരി ഒരു ഇത് സയൻസിൽ എവിഡൻസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഗോശാലയുടെ പ്രത്യേകത തദ്ദേശീയ ഇനത്തിൽപ്പെട്ട 5 തരം പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പാൽ ഉൽപാദനം മാത്രമല്ല 120ൽ പരം പശുവിൽ നിന്നുള്ള ബൈ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയും. അതിൽ ഇവിടെ കുറേയേറെ പ്രോഡക്ട്സ് ഇവിടെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് രാജ്കാട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രീഡാണ്. ആ രാജ്കാട്ട് എന്ന് പറഞ്ഞ പ്ലേസ് ആണ്. അവിടുത്തെ തരത്തിൽ വരുന്ന അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് വരുന്ന ഒരു പശുവാണ്. ഇത് വന്നിട്ട് കാങ്ക്രേറ്റ് ബ്രീഡാണ്. രാജസ്ഥാൻ ഫോറസ്റ്റിലുള്ളതാണ് കാങ്ക്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രീഡ്. ഇത് വന്ന് നമ്മുടെ നേച്ചുറൽ ഇൻഡിജിയസ് ഗൗവിലെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ബ്രീഡാണ്. ഇതിൻ്റെ പാല് വന്നിട്ട് ഒത്തിരി കട്ടിയായിരിക്കും. ഇതിൽ ഉണ്ടാക്കുന്ന നെയ്യ് വന്നിട്ട് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് വന്ന് ഷാഹിവാലിന്റെ ബുള്ളാണ്. ഇത് നമുക്ക് ഒരു ഫ്രണ്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് തന്ന ഒരു ബുള്ളാണ്. ഈ ബുള്ളിന് വന്നിട്ട് പഞ്ചാബാണ് നേറ്റീവ് പ്ലേസ്. ഷാഹിവാലിന്റെ ബ്രീഡ് വന്നിട്ട് പഞ്ചാബാണ്. ഇത് വന്നിട്ട് നല്ല ഒരു ഫ്രണ്ട് പോലെയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇത് കാങ്ക്രേറ്റ് ബ്രീഡാണ്. രാജസ്ഥാൻ ബേസ് ആണ്. ഇതിന്റെ കൊമ്പാണ് ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളത്. പശുവിന്റെ നീളം അനുസരിച്ച് ഇതിന്റെ ഔഷധ ഗുണവും കുറച്ച് വന്നിട്ട് വ്യത്യാസമുണ്ട്.
ഇത് വെച്ചോർ പശുവാണ്. ഇതിൻ്റെ ഹൈറ്റ് വന്ന് 2 അടി ഹൈറ്റേ ഉള്ളൂ. ഇതിൻ്റെ നീളം വന്നിട്ട് 4 അടി നീളമാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പൊസിഷൻ. ഇതിൻ്റെ പാലിന് വന്നിട്ട് ലിറ്ററിന് 400 രൂപയ്ക്ക് മുകളിലുണ്ട്. ഇത് വന്നിട്ട് 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ മാക്സിമം കറക്കത്തുള്ളൂ. ഇതിൻ്റെ ചാണകത്തിൻ്റെ ഔഷധ ഗുണം ഫേഷ്യലിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ചാണകമാണ്. ഇത് കാങ്ക്രജിൻ്റെ കുട്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം വന്നിട്ട് ഇവിടെ വന്നിട്ട് കുട്ടിയിട്ടതാണ്. ഇത് വന്നിട്ട് ഗിറിൻ്റെ കുട്ടിയാണ്. ഇത് വന്നിട്ട് കാങ്കേയത്തിൻ്റെ കാളക്കുട്ടി. ഇത് വെച്ചോറിൻ്റെ കുട്ടി. ഇത് ഇട്ടിട്ട് 1 മാസം ആയിട്ടുള്ളൂ. ഇത് ഗിറിൻ്റെ കുട്ടിയാണ്. ഈ കുട്ടികളെല്ലാം രാവിലെ നമ്മൾ പാല് ഇറക്കാൻ വന്നിട്ട് വിട്ടിട്ട് പാല് കുടിച്ചതിന് ശേഷം ഇവിടുത്തെ ഓപ്പൺ സ്പേസിൽ ഇടുകയായിരിക്കും. ഇവിടെ കുറച്ച് വക്കീലിട്ട് കൊടുക്കും, അതിൻ്റെ തീവനം വെച്ച് കൊടുക്കും, നാച്ചുറലായിട്ടുള്ള പുല്ലൊക്കെ വിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അത് ഫ്രീ ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം ഫ്രീ ആയിട്ട് ഇവിടെ കളിച്ച് വിളാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് വിളാടുമ്പോൾ അതിൻ്റെ ലെന്ത്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ കുറച്ച് ഇൻക്രീസ് ആവും. സാധാരണ കെട്ടിയിട്ട് വളർത്തുന്നതായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇതാവും. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അത് പശു എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അപ്പോഴേ അതിൻ്റെ പാലിൻ്റെ ഇതും ഇൻക്രീസ് ആവും. അതിന് എളുപ്പം നോയൊന്നും വരത്തില്ല, അസുഖങ്ങളൊന്നും വരത്തില്ല. പാലുൽപാദനങ്ങളായ പാല്, തൈര്, വെണ്ണ, നെയ്യ്, പന്നീർ തുടങ്ങി പാലുൽപാദനങ്ങൾ പുറമെ പഞ്ചഗവ്യം, അതിനു പുറമെ പഞ്ചഗവ്യം കൊണ്ടുള്ള വിളക്ക്, വിഭൂതി, അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ് ആണ് ഇവിടെ ഈ ഗോശാലയിൽ ഇവർ നിർമ്മിക്കുന്നത്. നമ്മളിപ്പോൾ നേച്ചുറൽ ഫാമിങ്ങിന് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മളിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതെന്തെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു നേച്ചുറൽ ഫാമിങ്ങിന് വന്നിട്ട് ഒരു ചെടി ഒന്ന് വളർന്നു വരാനും അതിൽ വന്നിട്ട് പ്രൊഡക്ഷൻ ജാസ്തി കൂടുതൽ കിട്ടാനും പിന്നെ കീടങ്ങളിൽ ഒന്ന് വരട്ടാനും ഈ 3 ആവശ്യത്തിനായിട്ട് ഈ ജീവാമൃതം വന്ന് യൂസ് ആവുന്നു. ഈ ജീവാമൃതം വന്നിട്ട് നാട്ടു പശുവിൻ്റെ ചാണകം, അതിൻ്റെ ഹോമിയം, അടുത്ത നാട്ടു ശർക്കര, പിന്നെ വന്നിട്ട് പയറുമാവ്, പ്രോട്ടീനുള്ള പയറുമാവാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏത് സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്തുള്ള കൾച്ചർ മണ്ണ് ഇത് എടുത്തിട്ട് നമ്മൾ ഫെർമെൻറ്റേഷൻ മെത്തേഡിലാണ് ഈ ജീവാമൃതം നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഈ ചാണകം, നാട്ടു ശർക്കര, ഷുഗർ കെയിനിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് വന്ന് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് 10 ലിറ്റർ ഹോമിയം, 1 കിലോ നാട്ടു ശർക്കര, പിന്നെ പയറുമാവ്, ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത പയറുമാവ്, പച്ചപ്പയറുമാവ്. ഇത് എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന മൈക്രോ ഓർഗാനിസം വന്നിട്ട് ഫുഡ്, അതിന്റെ ഫുഡാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ായിട്ടിരിക്കും. മാക്സിമം 15 ദിവസം വെച്ചേക്കുക. പടത്തിലങ്ങ് 1 പിടി മണ്ണ്, ആ മണ്ണിന്റെ കൾച്ചർ. അപ്പൊ അതിലിരിക്കുന്ന ബാക്ടീരിയ അംശം എന്തിരിക്കുന്നു അത് വന്നിട്ട് ഇതിൽ മൾട്ടിപ്ലൈ ആവും. കഴിഞ്ഞിട്ട് ഒരു ചണൽ ചാക്ക് വെച്ച് മൂടി കെട്ടിവെക്കുക. എന്ന് പറഞ്ഞാൽ കാറ്റകത്ത് പോകണം, അതേസമയം വന്നിട്ട് വെള്ളം ഒന്നും നനയാതെ നോക്കണം. ഒരു നിഴലിലാണ് വെക്കണം, നിഴലിലുള്ള സ്ഥലത്തേക്കാണ് വെയിൽ വെക്കാൻ പാടില്ല. ആദിശേഷ ഗോശാലയുടെ വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓരോന്നായി പരിചയപ്പെടാം. இது வந்து நாட்டு மாட்டு சாணியில பண்ற விபூதி. இந்த விபூதி வந்து ஃபுல் நேச்சுரல் ப்ராசஸ், எந்த கெமிக்கலைஸும் இல்லாமல் பண்ணுறோம். அப்புறம் இது வந்து நம்ம நாட்டு மாட்டு சாணி அப்படின்னா 2வது ஈத்து முடிஞ்சு 3வது ஈத்துல குட்டி போட்டு இருக்கிற மாட்டோட சாணி எடுத்து பால் பிடிச்சி நம்ம ட்ரை பண்ணி இதை வந்து சிவராத்திரி, ஒரு மாசத்துல வர சிவராத்திரி அன்னைக்கு ஸ்புடம் போட்டு நம்ம வந்து சிவபுராணம் பாடிக்கிட்டு இதை வந்து ரெடி பண்ணுவோம். அதனால இதோட பவர் வந்து ரொம்ப ஜாஸ்தியா இருக்கும். ரொம்ப நேச்சுரலான இது ஹேண்ட்மேட் பண்றது. இது வந்து நாட்டு மாட்டு சாணியில பண்ற வரட்டி நமக்கு வந்து கணபதி ஹோமம் பண்றதுக்காக நம்ம இந்த மாதிரி மேனுஃபேக்சர் பண்றோம். குங்குமம் வந்து நம்ம நேச்சுரலா மஞ்சள் எடுத்து எலுமிச்சையை யூஸ் பண்ணி பண்ற குங்குமம். இது வந்து எந்த கெமிக்கலும் இல்லாம நம்ம பண்றது. அப்புறம் பல்பொடி, இது வந்து நாட்டு மாட்டு சாணியில பண்றதுதான். ட்ரை பண்ணி அதோட பவுடர் எடுத்து மூலிகை பொருட்கள் எல்லாம் மிக்ஸ் பண்ணி பண்றது. இது வந்து தூபம், நமக்கு வந்து மஸ்கிட்டோ வராமல் இருக்கிறதுக்காகவும் மற்றபடி
நம்ம பூஜை தேவைக்காக தூபமாவும் யூஸ் பண்ணிக்கலாம். இது வந்து பஞ்சகவ்ய விளக்கு. ஸோ இதுவும் வந்து நம்ம நாட்டு மாட்டு சாணியில பண்றது. பஞ்சகவ்ய பொருட்கள் பால், நெய், கோமூத்திரம், சாணி, அப்புறம் தயிர் மிக்ஸ் பண்ணி பண்றது. ஸோ இது வந்து நம்ம இந்த ஹோமத்துக்காக, எக்ஸாம்பிள் ஹோமம் பண்ணா என்ன பலம் கிடைக்குமோ அதே வந்து ஒரு 41 days நம்ம ஃபாலோ பண்ணி வீட்டில் ஒரு விளக்கு நம்ம ஏற்றி வந்தோம்னா அதே பெனிஃபிட்ஸ் நமக்கு கிடைக்கும். அப்புறம் ஸ்நான பவுடர் அப்படின்னா நம்ம பாத் பவுடர். இது வந்து ஃபுல்லி நேச்சுரல், எந்த சோப்புக்கு ஆல்டர்னேட்டாக யூஸ் பண்ணுறது. நம்ம இந்த பயர் மாவு, முல்தானி மெட்டி இந்த மாதிரியான எல்லா ப்ராடக்ட்ஸுமே மிக்ஸ் பண்ணி பவுடராக நம்ம பண்ணி கொடுத்துட்ருக்கோம். அப்புறம் நாட்டு சர்க்கரை. ஸோ இயற்கை விவசாயம் பண்ணுறவங்கள்ட்ட என்ன நம்ம அவங்க நாட்டு மாடு வச்சு இயற்கை விவசாயம் பண்ணுறவங்கள்ட்ட நம்ம ஸ்ட்ரைட்டாகவே அவங்கள்ட்ட எடுத்து பேக்கிங் பண்ணி நம்ம இடத்துல வந்து நம்ம சேல் பண்ணிக்கிட்டு இருக்கோம். அடுத்து ஹெல்த் மிக்ஸ். ஹெல்த் மிக்ஸ் வந்து ஃபுல்லாகவே வந்து நேச்சுரலான ப்ராடக்ட்ஸ், நியர்லி ஒரு 23 ஐட்டம்ஸ் வந்து நம்ம மிக்ஸ் பண்ணுறோம். ஸோ மேக்ஸிமமாக வந்து 23 ஐட்டம்ஸ், அதுக்கு மேலேயும் வந்து மிக்ஸ் பண்ணுறோம். அப்புறமா இது வந்து கார்போஹைட்ரேட்டோட கண்டென்ட் கம்மியாக இருக்கும், அதிகமான ப்ரோட்டீன்ஸ் தான் அதிகமாக இருக்கும், கார்போஹைட்ரேட் கம்மியாக இருக்கும் இதோட யூஸ் பண்ணோம்னா. ஸோ சுகர் பேஷண்ட்டுக்கு வந்து ரொம்ப நல்லது. ஸோ இட்ஸ் சால்ட்லேயே யூஸ் பண்ணி நம்ம கன்சியூம் பண்ணிக்கலாம், இல்லை ஜாகரி யூஸ் பண்ணிக்கலாம். நேச்சுரலான சோப். ஸோ இது வந்து நாட்டு மாட்டு சாணியில பண்றது, எந்த ஒரு கெமிக்கலுமே இல்லாம பியூர் நேச்சுரல். பட் என்னன்னா இதுல வந்து நமக்கு நுர வராது. ஸோ இதை வந்து நம்ம தண்ணியில டிப் பண்ணி ஜஸ்ட் ரப் பண்ணி யூஸ் பண்ணிக்கணும், இதுல வந்து நுர வராது. ஸோ இட்ஸ் 100% நேச்சுரல். அடுத்து இது வந்து ஜஸ்ட் கஸ்டிக் சோடா யூஸ் பண்ணி பண்ற சோப்பு. இதுவுமே வந்து ஒரு நல்ல ப்ராசஸ். கெமிக்கலைஸை வந்து எவ்வளோ கம்மி பண்ண முடியுமோ அந்த அளவுக்கு பண்ணி பண்றோம். இதை வந்து நேரில் ஒரு 6 வெரைட்டிஸ் பண்றோம். ரெட் வைன், அலோவேரா, அப்புறம் பப்பாயா, A2 மில்க்ல பண்றது இருக்குது, அப்புறம் சார்கோல் பண்றதுக்கு பூலாங்கிழங்கு, முல்தானி மிட்டி, இந்த மாதிரியான நிறைய வெரைட்டிஸ் நம்ம பண்ணிக்கிட்டு இருக்கோம். வந்து அர்க், கோமூத்திர அர்க். இது வந்து நம்ம இதே மாதிரிதான் 3ஆவது ஈத்து இன்னும் ஒரு மாட்டோட கோமூத்திரத்தை நம்ம கலெக்ட் பண்ணி அதை வந்து நம்ம டிஸ்டில் பண்ணி எடுக்கிற அர்க். இது வந்து நம்ம கேன்சர் செல்ஸ் இது நம்ம கன்சியூம் பண்ணி வந்தால் நம்ம உடம்புல இருக்க கேன்சர் செல்ஸோட குவான்டிட்டி வந்து டிக்ரீஸ் ஆகும். ஸோ அதனால கேன்சர் வராமல் இருக்க வாய்ப்புகள் இருக்குது. இது வந்து நாட்டு மாட்டு கோமூத்திரத்தை யூஸ் பண்ணி பண்ற ஃபினாயில், நம்ம ஃப்ளோர் கிளீனிங்க்கு வந்து யூஸ் பண்றது. இது வந்து கப் சாம்பிராணி. நம்ம டெய்லி வந்து வீட்டில் சாம்பிராணி புகை போடுறதுக்கு ஆல்டர்னேட்டிவ் வந்து இன்ஸ்டண்டா பண்றதுக்காக நம்ம நாட்டு மாட்டு சாணியில பண்ற அந்த கப் ரெடி பண்ணி அதுக்குள்ள சாம்பிராணி வச்சு நம்ம வந்து சேல் பண்றோம். ஸோ இது வந்து நமக்கு ரொம்ப ஈஸியா இருக்கும், இன்ஸ்டண்டா நம்ம வீட்டில் யூஸ் பண்ணிக்கலாம். மற்றபடி கனல் சிரட்டையோட தேவையே இருக்காது. அது மட்டும் இல்லாம இது யூஸ் பண்றதுனால சாம்பிராணி புகை பிளஸ் அது கூட ஆக்சிஜனோட இன்க்ரீஸ், நம்ம அட்மாஸ்பியர் ஆக்சிஜனோட கண்டென்ட் வந்து இன்க்ரீஸ் ஆகும். அது மட்டும் இல்லாமல் இதனால ரொம்ப பெனிஃபிட், நம்ம வீட்டில் இருக்க அந்த ஏர் பியூரிஃபை ஆகுறது மட்டும் இல்லாமல் ரொம்ப பாசிட்டிவ் எனர்ஜியோட இது வந்து அதிகமாக இருக்கும். ഭാരത സംസ്കാരത്തിൻ്റെ തനിമ വിളിച്ചോതിക്കൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനം ഏകിക്കൊണ്ട് ആദിശേഷ ഗോശാല ഇവിടെ നിലകൊള്ളുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.